അടുത്ത സമയത്ത് ഞാനൊരു വീട്ടിൽ പോയിരുന്നു. ആ വീട് എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിന്റെ കാരണം ആ വീടിന്റെ വലിപ്പമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ആ വീട്ടിലെ തന്നെ ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥി അവന്റെ കഴിവുകളെ അതിമനോഹരമാക്കി അവിടെ പ്രകടിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നതായിരുന്നു അതിന്റെ കാരണം. വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് തന്നെ കയറിയപ്പോൾ ഞാൻ കണ്ടത് ഈ വലിച്ചെറിഞ്ഞു കളഞ്ഞ ഉപയോഗശൂന്യമായ കുപ്പികളെ അതിമനോഹരമായ പൂച്ചെടികളാക്കി അവൻ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ കൂടാതെ സ്പ്രേ ഇല്ലേ, നമ്മള് ഉപയോഗശൂന്യമായ സ്പ്രേയുടെ കുപ്പി, ആ സ്പ്രേയുടെ കുപ്പിയെ അവൻ ഫ്ലവർ വേസുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരി ഇതെല്ലാം കഴിഞ്ഞ് ഹാളിലേക്ക് കയറിയപ്പോൾ ഞാൻ കണ്ടത് ഈ പിസ്തയുടെ തോടുകളില്ലേ, പിസ്തയുടെ തോടൊക്കെ മയിലായും കുയിലായും ഒക്കെ ആ വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്. ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഈ ടാബ്ലറ്റിന്റെ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടുള്ള അവന്റെ ഒരു പ്രയോഗമാണ് എനിക്ക് അധികം ഇഷ്ടമായത്. അതായത് ഈ ബബിൾസ് ഒക്കെയുള്ള സ്ട്രിപ്പിനെ പൂക്കളുടെ ഇതളുകളാക്കി അവനിങ്ങനെ ക്രമീകരിച്ച് വെച്ച് മനോഹരമായ ഒരു പൂവായി അവൻ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടും കഴിഞ്ഞപ്പോ ആ വീട്ടുകാരോട്, ആ കുട്ടികളുടെ പാരന്റ്സിനോട് ഞാൻ അവന് ഒരുപക്ഷെ ഭാവിയിൽ പ്രയോജനപ്പെട്ടേക്കാവുന്ന ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊരു ഇത്രയും കഴിവുകളുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായ ചുറ്റുപാടുകളിൽ നിന്നും വേറിട്ട കാഴ്ചപ്പാടോടെ സൗന്ദര്യവും പാറ്റേണുകളും ഒക്കെ കണ്ടെത്തുന്ന ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലുമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കുട്ടിക്കോ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ബിഡെസ്, അതായത് ബാച്ചിലർ ഓഫ് ഡിസൈനിങ്. ഈ ബാച്ചിലർ ഓഫ് ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. ബിഡെസ് പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത ഫസ്റ്റ് ഏത് സ്ട്രീം എടുത്ത കുട്ടിക്കും ബിഡെസ് പ്രോഗ്രാമിലേക്ക് പോകാം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ IIT-കളിൽ UC-യുടെ എൻട്രൻസ് വഴി IIT-കളിൽ അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്ക് സയൻസ് സ്ട്രീം വേണം എന്ന നിർബന്ധമുണ്ട്. ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിക്ക് ബിഡെസ് മാത്രമല്ല പ്രോഗ്രാമായിട്ടുള്ളത്, വിവിധ പ്രോഗ്രാമുകളുണ്ട്. IIT-കളിൽ UC-യുടെ എൻട്രൻസ് വഴി വിവിധ പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ നേടാൻ കഴിയുമെങ്കിലും അത് IIT-കളിലെ പ്രത്യേകത കൂടുതലായിട്ട് ടെക്നിക്കൽ സൈഡ് കൂടി കലരുന്നു എന്നതാണ്. എന്നാൽ NID-കളിൽ പ്യുവർ ഡിസൈനിങ് കോഴ്സ് ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മേഖല NID-കൾ തന്നെയാണ്. NID-കൾ ഏകദേശം 6ഓളം NID-കൾ ഉണ്ട്. അഹമ്മദാബാദ് NID ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ ഈ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അഹമ്മദാബാദ് NID എന്ന് തന്നെ പറയാം. കാരണം 1960-കളിൽ സ്ഥാപിതമായതാണ്. അവിടെ 6ഓളം പ്രോഗ്രാമുകൾ ഉണ്ട്. ഇനി എങ്ങനെയാണ് ഈ NID-കളിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാൻ കഴിയുന്നത് എന്നുകൂടി നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു IIT-കളിൽ UC-യുടെ എൻട്രൻസ് വഴിയാണ് അഡ്മിഷൻ നേടാൻ കഴിയുന്നതെങ്കിൽ NID-കളിൽ അഡ്മിഷൻ നേടാൻ കഴിയുന്നതിന് NID DAT പ്രിലിംസ് എക്സാം ഉണ്ട്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഓരോ മാസവും ഒക്ടോബർ മാസത്തിലൊക്കെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു കഴിഞ്ഞു. ഡിസംബർ 1 വരെയൊക്കെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ഇങ്ങനെ NID പ്രിലിംസ് എക്സാമിന് നമ്മൾ അപേക്ഷിക്കുമ്പോൾ തന്നെ 2 പാർട്ടുകളായിട്ടാണ് എക്സാം നടക്കുന്നത്. പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. പാർട്ട് A വേണമെങ്കിൽ നമുക്ക് GAT എന്ന് പറയാം, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. പാർട്ട് Bയിലേക്ക് വരുമ്പോൾ അത് CAT ആണ്, അതായത് ക്രിയേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇങ്ങനെ 2 വിഭാഗങ്ങളും പരീക്ഷിക്കുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് നടക്കുന്നത്. ഇതിൽ NIT DAT പ്രിലിംസ് എക്സാമിന് ക്വാളിഫൈ ആകുന്ന കുട്ടികൾക്കാണ് NID DAT മെയിൻ എക്സാമിലേക്ക് പോകാനുള്ള അവസരം കിട്ടുന്നത്. ഇനി ഏതൊക്കെ കോഴ്സുകളാണെന്ന് നോക്കാം. കമ്മ്യൂണിറ്റി ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈനിങ്, അതേപോലെ ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്. അങ്ങനെ ഡിസൈനിങ്ങിന് നിരവധി മേഖലയാണുള്ളത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് മുതൽ അല്ലെ നമ്മൾ കാണുന്ന കാർ മുതൽ വലിയ കെട്ടിടങ്ങൾ മുതൽ ബുർജ് ഖലീഫ വരെ, അല്ലെങ്കിൽ വലിയ ഇൻഡസ്ട്രിയൽ വലിയ കമ്പനികൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ധാരാളം മേഖലകളിൽ NID കഴിഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കാണെങ്കിൽ ജോലി നേടാനുള്ള അവസരങ്ങളുണ്ട്. NID-കളിൽ പഠിച്ചാലുള്ള മറ്റൊരു പ്രത്യേകത നല്ല പ്ലേസ്മെന്റ് മാത്രമൊന്നും അല്ല. മാസ്റ്റേഴ്സ്, PhD അങ്ങനെയുള്ള ധാരാളം, ഇപ്പോൾ MDes, PhD അങ്ങനെയുള്ള ധാരാളം പ്രോഗ്രാംസ് ഏറ്റവും മികച്ച NID-കളിൽ തന്നെ വീണ്ടും പഠിക്കാൻ സാധിക്കും. അതുമാത്രമല്ല ഇന്റർനാഷണൽ സ്റ്റഡീസിന് ഏറ്റവും പ്രയോജനം ചെയ്യും. നല്ല സാലറി പാക്കേജുള്ള, ഒരുപാട് ഡിമാൻഡഡ് ആയിട്ടുള്ള, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസൈനിങ് കോഴ്സ് റിലേറ്റഡ് ആയിട്ട് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പക്ഷേ NID കൂടാതെ തന്നെ NIFT മറ്റൊരു മേഖലയായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ,
പ്യുവറായിട്ടുള്ള ഒരു ഡിസൈനിങ് കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും നല്ലത് NIDകൾ തന്നെയാണ്. ഞാൻ പറഞ്ഞതെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.